ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം 9-ാം വാക്യം. ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ എന്ന വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും. മെറ്റനോയോ എന്ന ഗ്രീക്ക് പ്രയോഗമാണ് റിപ്പന്റൻസ് അഥവാ മാനസാന്തരം എന്ന പദത്തെ സൂചിപ്പിക്കുവാൻ പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നാം അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ ചെയ്യുമ്പോൾ പിന്നീട് ആ തെറ്റുകൾ നാം തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന കുറ്റബോധത്തെയും അതുമൂലമുള്ള നല്ല ഭാവ വ്യത്യാസങ്ങളെയുമാണ് മാനസാന്തരം എന്ന് സൂചിപ്പിക്കുന്നത്. തെറ്റുപറ്റുന്നത് സ്വാഭാവികമാണ് എന്നും എന്നാൽ തെറ്റുകൾ തിരുത്തുന്നത് ദൈവികമാണെന്നും നാം തിരിച്ചറിയുവാൻ ശ്രമിക്കണം. വ്യക്തികൾക്ക് അവരുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും വരുന്ന പൂർണ്ണമായ മാറ്റങ്ങളാണ് ഓരോ മാനസാന്തരത്തിന്റെയും അനന്തര ഫലങ്ങൾ. അതിനാൽ പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും പാപങ്ങളുടെ തുറങ്കിൽ അകപ്പെട്ടവരാണ് എങ്കിൽ ഒരിക്കലും അതിൽ നിന്നും മറ്റുള്ളവർക്ക് മുഖം കൊടുക്കുവാനും മറ്റുള്ളവരുടെ ഇടയിൽ കൂട്ടുകൂടുവാനും നമ്മിലുള്ള പാപഭാരം തടസ്സപ്പെടുത്തുന്നു എന്ന് ഉണ്ട് എങ്കിൽ ഓരോ മാനസാന്തരവും ഇത്തരം താഴുകളെ തുറക്കുവാനായിട്ടുള്ള ഒരു താക്കോലാണെന്ന് നാം തിരിച്ചറിയണം. അതിനാൽ അനുതാപമുള്ളവരായി മാനസാന്തരത്തിലൂടെ ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്ക് സാധിക്കണം. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.